So this will be the last part of module 3, that is technical analysis. നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ ഓൾറെഡി ഈ പ്രൈസ് ചാർട്ട്സിൻ്റെ യൂസിനെ കുറിച്ച് പറഞ്ഞു. ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ള സിലബസിൽ പറഞ്ഞിട്ടിരിക്കുന്ന കുറച്ച് ടേംസിനെ കുറിച്ചാണ്. ഫസ്റ്റ് വൺ ഇസ് മാർക്കറ്റ് ബ്രെത്ത്. ബ്രെത്ത് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം, ഒരു ട്രയാങ്കിളുടെ അല്ലെങ്കിൽ റെക്റ്റാങ്കിളുടെ ബ്രെത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. അതുപോലെ തന്നെ മാർക്കറ്റ് ബ്രെത്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹെൽപ്സ് ഇൻവെസ്റ്റേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് ഓവറോൾ ഹെൽത്ത് ആൻഡ് സ്ട്രെങ്ത് ഓഫ് ദ മാർക്കറ്റ്. മാർക്കറ്റ് പൊസിഷൻ ഇപ്പം എങ്ങനെയാണ്, നല്ലതാണോ മോശമാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സഹായിക്കുന്നതാണ് മാർക്കറ്റ് ബ്രെത്ത്. ഇനി ട്രേഡേഴ്സും ഇൻവെസ്റ്റേഴ്സും എന്ന് പറയുന്നത് അതിൻ്റെ ഡിഫറൻസ് എന്താ? ട്രേഡേഴ്സ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി ഷോർട്ട് പീരീഡിലേക്ക് സാധനം വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന, ഷെയർ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് ട്രേഡേഴ്സ്. ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി ലോങ് പീരീഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഇൻവെസ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ജസ്റ്റ് ഫോർ യുവർ അണ്ടർസ്റ്റാൻഡിങ്. So market breadth indicators assess the number of stocks that are rising. കൂടുന്ന സ്റ്റോക്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ അറിയും. അതുപോലെ തന്നെ ഫോളിങ് സ്റ്റോക്സ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറയും. സോ റൈസിങ് സ്റ്റോക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അഡ്വാൻസിങ്. ആ ഫിനോമിനെ വിളിക്കുന്നതാണ് അഡ്വാൻസിങ്. ആൻഡ് ഫോളിങ് ഫിനോമിനെ വിളിക്കുന്നതാണ് ഡിക്ലൈനിങ് എന്ന്. സി അപ്പോൾ ഒരു ചാർട്ട് വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഇതാ ഈ പാറ്റേൺ വരുമ്പം ഏതൊക്കെ സ്റ്റോക്സ് റൈസ് ചെയ്യും, ഏതൊക്കെ സ്റ്റോക്സ് ഫോൾ ചെയ്യും. അങ്ങനെ ആ മേലേക്ക് വരയ്ക്കുന്ന ലൈനിനാണ് നമ്മൾ എന്ത് പറയുന്നത്, അഡ്വാൻസിങ്. പിന്നെ താഴേക്ക് വരയ്ക്കുന്ന ലൈൻ നമ്മൾ പറയും ഡിക്ലൈനിങ് എന്ന് പറയും. അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ആൻഡ് it reveals whether a market's trend is supported by widespread participation or even by a small number of stocks. അതായത് എത്രത്തോളം സ്റ്റോക്സ് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, എത്ര സ്റ്റോക്സ് അഡ്വാൻസ് ചെയ്യുന്നുണ്ട്, അതായത് എത്ര സ്റ്റോക്സ് കൂടുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ബുള്ളിഷ് ട്രെൻഡ്. എത്ര സ്റ്റോക്സ് എപ്പോഴും കൂടുന്നുണ്ട്, അത് മാറിപ്പോരുത്, കൂടുന്നതിന് വിളിക്കുന്ന പേരാണ് ബുള്ളിഷ്. എത്ര സ്റ്റോക്സ് എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്, ബെയറിഷ് ട്രെൻഡ് എത്രയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കും. ഇനി ഈ മാർക്കറ്റ് ബ്രെത്തിന്റെ ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ചാണ് വിൽ ഡിസ്കസ് റിഗാർഡിംഗ് 4 ഇൻഡിക്കേറ്റേഴ്സ്. ഫസ്റ്റ് വൺ ഇസ് എഡി റേഷ്യോ, അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ. അതായത് എത്ര സ്റ്റോക്സിന്റെ പ്രൈസ് കൂടുന്നു, അഡ്വാൻസ് ചെയ്യുന്നു, എത്ര ഷെയർസിന്റെ പ്രൈസ് കുറയുന്നു, ദാറ്റ് ഇസ് എഡി റേഷ്യോ. ആൻഡ് ദ റേഷ്യോ above 1 indicates more stocks are advancing and ratio below 1 indicates less stocks are advancing. അതായത് മോർ ദാൻ 1 വരുമ്പോൾ അവിടെ ബുള്ളിഷ് ആണ്, എപ്പോഴും കൂടുന്നതാണ്, പോസിറ്റീവ് ആണ്. ലെസ് ദാൻ 1 വരുമ്പോൾ ഒരു ബെയറിഷ് ആണ്, ഫോളിങ് സെന്റിമെന്റ്. ഇനി അടുത്താണ് എ ഡി ലൈൻ. അതൊരു ലൈനാണ്, ഒരു ചാർട്ട് വരച്ചിട്ട് ഒരു ലൈനാണ്. ഇറ്റ് മെഷേഴ്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അഡ്വാൻസിങ് ആൻഡ് ഡിക്ലൈനിങ് സ്റ്റോക്സ്. അത് റൈസിങ് എ ഡി ലൈൻ ഇൻഡിക്കേറ്റ്സ് സ്ട്രെങ്തനിങ് ഓഫ് മാർക്കറ്റ്. അതായത് എ ഡി ലൈൻ കൂടുന്ന സമയത്ത് മാർക്കറ്റിന് നല്ല കാലമാണെന്ന് മനസ്സിലാവും. എ ഡി ലൈൻ കുറയുന്ന സമയത്ത് മാർക്കറ്റിന് കഷ്ടകാലമാണ് അഥവാ ബെയറിഷ് ട്രെൻഡ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. തേർഡ് വൺ ഇസ് മെക്ലെലൻ ഓസിലേറ്റർ. മെക്ലെലൻ എന്ന് പറയുന്ന ഒരു ആള് കണ്ടുപിടിച്ച ഒരു ഓസിലേറ്റർ ആണ് മെക്ലെലൻ ഓസിലേറ്റർ. ഇറ്റ് യൂസസ് എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജസ് ഓഫ് അഡ്വാൻസിങ് ആൻഡ് ഡിക്ലൈനിങ് സ്റ്റോക്സ് ടു ഐഡന്റിഫൈ ഓവർബോട്ട് ആൻഡ് ഓവർസോൾഡ് കണ്ടീഷൻസ്. അതായത് മൂവിംഗ് ആവറേജസ് വെച്ചിട്ട് നമ്മൾ ഏതൊക്കെ സ്റ്റോക്സ് ആണ് കൂടുതൽ വാങ്ങുന്നത് ആൾക്കാർ, ഏതൊക്കെ സ്റ്റോക്കാണ് വിൽക്കുന്നത് എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ഇൻഡിക്കേറ്റർ ആണ് മെക്ലെലൻ ഓസിലേറ്റർ. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് റിഗാർഡിംഗ് മൂവിംഗ് ആവറേജസ്. മൂവിംഗ് ആവറേജസ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂഷ്വലി ടെക്നിക്കൽ അനാലിസിസിന് വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് മൂവിംഗ് ആവറേജ്. ഈ മൂവിംഗ് ആവറേജ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലൈൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കും. എന്താ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്? വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് ഇൻ അവർ ലാസ്റ്റ് സ്ലൈഡ്. ഈ സപ്പോർട്ടും റെസിസ്റ്റൻസും കണ്ടുപിടിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. മൂവിംഗ് ആവറേജ് 2 kinds ഉണ്ട്, സിമ്പിൾ മൂവിംഗ് ആവറേജ് ആൻഡ് എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ്. ഈ സിമ്പിൾ മൂവിംഗ് ആവറേജ് ഇതിനെ കുറിച്ച് ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട. ബട്ട് എന്താണ് മൂവിംഗ് ആവറേജ്? ബേസിക്കലി ഒരു സ്റ്റോക്ക് മാർക്കറ്റിലെ സ്റ്റോക്സ് എല്ലാം നല്ലതായിട്ട് റൈസ് ചെയ്യുന്നോ, ഫോൾ ചെയ്യുന്നോ, ഇനി ഫ്യൂച്ചറിൽ എന്താവും അതിൻ്റെ അവസ്ഥ എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ടൂൾ മാത്രമാണ് മൂവിംഗ് ആവറേജ്. 2 കൈൻഡിലുണ്ട്. സിമ്പിൾ മൂവിംഗ് ആവറേജ് എന്ന് പറഞ്ഞാൽ അത് മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പിൾ ആൻഡ് എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് എന്ന് പറഞ്ഞാൽ അത് കണ്ടുപിടിക്കുന്ന ഫോർമുലേൻ്റെ ഡിഫറൻസ് ആണ്. അത് ഒരുപാട് ഒന്നും ഇൻ ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട, ആ ഡിഫറൻസ് ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഈ സിമ്പിൾ മൂവിംഗ് ആവറേജിൽ ഇവിടെ അരിത്തമെറ്റിക് മീൻ ഓഫ് എ സെറ്റ് ഓഫ് പ്രൈസസ് ഓവർ എ സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈം, ഒരു സെറ്റ് ഓഫ് പ്രൈസിന്റെ ആവറേജ് കണ്ടുപിടിക്കും. അങ്ങനെയാണ് നമ്മൾ
സിമ്പിൾ മൂവിങ് ആവറേജ് കണ്ടുപിടിക്കുന്നത്. എക്സാമ്പിൾ, 10-day SMA adds up the closing price of 10 days and divide the result by 10. 10 ദിവസം നമുക്ക് കാണണമെങ്കിൽ ആവറേജ് എടുക്കുക, അത്രേ ഉള്ളൂ. ആൻഡ് എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് അത് ഒന്നുകൂടെ ഓരോന്നിനും ഓരോ വെയിറ്റ് കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു, റീസെൻ്റ്ലി അതിൻ്റെ പ്രൈസ് ഡേറ്റ അനുസരിച്ച് ഓരോന്നിനും വെയിറ്റ് കൊടുക്കുന്നു. ജസ്റ്റ് സിമ്പിൾ ആവറേജ് അല്ല, വെയിറ്റ് കൊടുത്തിട്ട് ആ വെയിറ്റിനനുസരിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് എന്ത്, എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ്. കുറച്ചുകൂടെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ളതാണ് എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ്. എപ്പോഴും എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ഈ SMA കണ്ടുപിടിക്കണം. സിമ്പിൾ മൂവിങ് ആവറേജ് കണ്ടുപിടിച്ചാൽ മാത്രമേ EMA നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. So in this part, we have already discussed support and resistance in the last part. Okay. So ഈ പാർട്ടിൽ we have seen what is market breadth, എന്താണ് advancing, എന്താണ് declining. സ്റ്റോക്സ് പൈസ കൂടുന്നു, അതായത് സ്റ്റോക്കിൻ്റെ പ്രൈസ് കൂടുന്നത് നല്ല ഇൻഡിക്കേഷനാണ് അഡ്വാൻസിങ്. ഡിക്ലൈനിങ് എന്ന് പറഞ്ഞാൽ ഫോളിങ്ങിനെയാണ് നമ്മൾ ഡിക്ലൈനിങ് എന്ന് പറയാം. ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ്, മാർക്കറ്റ് ബ്രെഡ്ത്ത് ഇൻഡിക്കേറ്റ് ചെയ്യാനുള്ള 4 kinds of റേഷ്യോനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അഡ്വാൻസ് ഡിക്ലൈൻ ലൈൻ, AD ഡിക്ലൈൻ റേഷ്യോ, മെക്ലറിൻ ഓസിലേറ്റർ ആൻഡ് മൂവിങ് ആവറേജ്. മൂവിങ് ആവറേജ് 2 ടൈപ്പ് ഉണ്ട്, SMA ആൻഡ് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ്. So this is all about Module 3 Technical Analysis. Thank you.